അങ്ങനെ വെഡിങ് ഡേ ഇതൊരു തെലുഗു ആൻഡ് തമിഴ് സ്റ്റൈൽ വെഡിങ് ആണ് കേട്ടോ. So today is the wedding and this is my look. Okay, सारी सब कुछ जुगाड़ ओके എന്തൊക്കെയോ അടിപൊളിയാ ചെയ്താണ്. പക്ഷേ I think I like it. And this blouse I made it by myself. And ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഒക്കെ ചെയ്യാനുള്ളത് എനിക്കറിയില്ല ആൻഡ് ലേറ്റർ ടുഡേ അണ്ടർസ്റ്റുഡ് ഞങ്ങൾ രണ്ടുപേരും അടിപൊളിയായിട്ട് ലേറ്റ് ആയിരുന്നു. ഒരാൾ താഴത്തേക്ക് മുകളിൽ നിന്ന് എത്തി നോക്കിയപ്പോൾ ഒന്നും ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ആക്ച്വലി കല്യാണത്തിന് കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ എന്നുള്ള സത്യം എനിക്കറിയില്ലായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞു ആകെ മൊത്തം പ്രശ്നമായി. അതിഥിക്ക് ചെറുതായിട്ടൊന്ന് ദേഷ്യം വന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും അവിടെ അവതരിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ അവിടെ പിന്നിൽ ഒളിച്ചിരിക്കായിരുന്നു. പിന്നെ അവൾ എന്നെ വിളിച്ച് ഫ്രണ്ടിലേക്കൊക്കെ വിളിച്ച് അവിടെ നിന്നിട്ട് ശില്പ സംസ്കൃതി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഞങ്ങളൊരു കൂടെ ഓടിപ്പോയി. അങ്ങനെ ആ ദിവസവും വന്നെത്തി ആൻഡ് കൃതാർത്ഥിയായി ഞാൻ. ക്രിഞ്ചടാ. പക്ഷെ വാട്ട് എവർ ലോട്ട് ഓഫ് തിങ്സ്. ഓക്കെ, എനിക്കിത് ഈ സീൻ കണ്ടപ്പോൾ നമ്മുടെ ഏതാണ് പറയുക മീശമാധവനിലെ ആ ഒരു പാട്ടുണ്ടല്ലോ, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം അതൊരു തെലുഗു ആൻഡ് തമിഴ് സ്റ്റൈൽ വെഡിങ് ആയതുകൊണ്ട് എല്ലാം കൂടെ മിക്സ്ഡ് അപ്പ് ആയിരുന്നു. എനിക്ക് ഇതിൻ്റെ പകുതി ആചാരങ്ങളും അറിയില്ല. അടുത്ത വ്ളോഗിൽ ഇതിലും കൂടുതൽ ആചാരങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ ആള് വലം വെക്കുക അങ്ങനെ എന്തോ പരിപാടി, ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞു തരാൻ ഞാൻ ആളല്ല. ആൻഡ് അതിന് ശേഷമാണ് ഓ മൈ ഗോഡ് എത്ര നമ്പർ ഓഫ് സംഭവങ്ങളായിരുന്നു അറിയോ. യെസ്, ഇതാണ് താലികെട്ട്. ആൻഡ് എനിക്കറിയില്ല, എനിക്ക് കരച്ചിലൊക്കെ വന്നു. എൻ്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. എന്തിനാന്നൊന്നും എനിക്കറിയില്ല. കാരണം അവളുടെ വീട്ടിൽ നിന്ന് അവൾ വേറൊരു വീട്ടിലേക്ക് പോവാണ്. എവ്രിതിങ് ഈസ് ന്യൂ ഫോർ ഹെർ ആൻഡ് മേ ഗോഡ് ബ്ലെസ് ബോത്ത് ഓഫ് ദം. ആൻഡ് അതാണ് നമ്മുടെ കല്യാണം. ഇത് അവസാനത്തെ വ്ളോഗല്ലാട്ടോ, ഒരു വ്ളോഗും കൂടി ഉണ്ടാവും. ആൻഡ് ഇത് രാവിലത്തെ ഫംഗ്ഷൻ ആയിരുന്നു. കല്യാണത്തിന് ഇവിടെ അധികം ആൾക്കാരൊന്നും അങ്ങനെ വിളിക്കില്ല. ആൻഡ് ഐ വാസ് റിയലി ഹാപ്പി ടു സീ ദിസ്. അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. നമ്മുടെ മെയിൻ പരിപാടി അവിടെ പോയി ദോശ ഇഡ്ഡലി അങ്ങനെ എന്തൊക്കെയൊക്കെയോ ആയിരുന്നു. ആൻഡ് അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ ഡാൻസിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. സോ നമുക്കിനി അടുത്ത ചടങ്ങിലേക്ക് കിടക്കാം, അടുത്ത വ്ളോഗിൽ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്.